അപ്പോൾ മനുഷ്യൻ എപ്പോഴും ഓർക്കണം, ദൈവിക പദ്ധതിക്ക് വേണ്ടി ജീവിക്കുന്നു, എന്നെ തിരഞ്ഞെടുക്കാം എന്ന് നമ്മൾ ചിന്തിക്കുകയല്ല ചെയ്യേണ്ടത്. ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുവാൻ വേണ്ട ജീവിത ശൈലിയിലേക്ക് വിളിക്കപ്പെട്ടവനാണ് എങ്കിൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കും. ഓരോ ക്രിസ്ത്യാനിയെയും ദൈവം വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ നടപ്പാക്കാനുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ്. പക്ഷേ ആ ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ രീതികളും വ്യത്യസ്തതയും ദൈവത്തിൻ്റെ മുമ്പിൽ ഉണ്ട് എന്ന് ഓരോ മനുഷ്യനും മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിക്കുന്ന വഴിയെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തികൾ തരുന്നവനല്ല ദൈവം. മനുഷ്യൻ്റെ കുറവുകൾ എന്തെന്ന് തിരുത്തി വിലയിരുത്തി അത് നിലനിർത്തുമോ എന്ന് കണ്ടുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ അവനിൽ പ്രവർത്തിക്കുകയുള്ളൂ എന്ന ബോധ്യത്തോടെ വേണം മനുഷ്യൻ പ്രാർത്ഥിക്കാൻ. അപ്പോൾ എന്തു പറ്റും? ഒന്ന് വിളിച്ചു പെട്ടെന്ന്, ബ്രദറെ ഇന്ന വിഷയം ഇതിനു വേണ്ടി അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കാൻ കഴിയുന്നതല്ല പ്രാർത്ഥന. കാരണം നിങ്ങളുമായി സംസാരിച്ച് നിങ്ങളുടെ കുറവുകൾ കണ്ടെത്തി അതിൽ തിരുത്തൽ വന്ന് നിങ്ങൾ എത്രത്തോളം ദൈവത്തിലേക്ക് അടുക്കുന്നു, നിങ്ങൾ ദൈവത്തിലേക്ക് എത്രത്തോളം ദൈവത്തിൻ്റെ സ്നേഹത്തിന് പാത്രീഭവിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രാർത്ഥന കൃപയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, കൃപയുള്ള പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടണമെങ്കിൽ അതിന് കാലതാമസങ്ങളുമുണ്ട്. കാരണം പെട്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ തന്നെ അല്ല ഈ പ്രാർത്ഥന വരുന്നത്. ദൈവത്തിന് നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ കണ്ണീരുകളും സ്വീകാര്യമാകുന്ന രീതിയിൽ പ്രകടമാകുമ്പോഴാണ് കൃപയുള്ള വ്യക്തികളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങുന്നത്.